സമ്പാദിക്കുന്ന പൈസയൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഇനിയും മാറാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. വെൽക്കം ടു ഡേ 4 ഓഫ് 100 ഡേയ്സ് പ്രോഗ്രസ് ചലഞ്ച്. ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കൂടുതൽ പേര് പറഞ്ഞൊരു കാര്യം ഈ ചെലവുകൾക്കിടയിലൊക്കെ എങ്ങനെയാണ് സേവ് ചെയ്യുക എന്നുള്ളതാണ്. പറഞ്ഞുതരാം. നമ്പർ 1, സ്വന്തമായിട്ട് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിയെടുക്കുക. ചെലവ് വരവ് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തുക. ഇവിടെ നിന്നും ആവശ്യം, അനാവശ്യം, അത്യാവശ്യം എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെലവുകളെ തരംതിരിക്കാൻ വേണ്ടി പറ്റും. വെട്ടിച്ചുരുക്കിയ ചെലവുകളിൽ നിന്നും നിങ്ങൾക്ക് സേവ് ചെയ്യാം. ചെറിയ തുകയിൽ തുടങ്ങുക. ആത്മവിശ്വാസം വർദ്ധിക്കാനും പ്രോത്സാഹനം കിട്ടാനൊക്കെ ഇത് സഹായിക്കും. നമ്പർ 2, സാലറി അക്കൗണ്ട് അല്ലാതെ മറ്റൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. സാലറി വരുന്നവർക്ക് ഇത് വലിയൊരു ഉപകാരമാകും. ആദ്യം തന്നെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഒരു തുക മാറ്റി വെക്കുക. മാസം 100 രൂപയാണെങ്കിൽ പോലും അത് മാറ്റി വെക്കണം. അത് നിർബന്ധമാണ്. എത്ര മാറ്റി വെക്കുന്നു എന്നതല്ല കാര്യം, സേവിങ്സ് എന്ന ശീലം വളർത്തുക എന്നതാണ് നമുക്ക് ആവശ്യം. നമ്പർ 3, ചിലവുകൾ കൃത്യമായി ട്രാക്ക് ചെയ്യുക. UPI വന്നതിന് ശേഷമാണ് ഇത്രയും ചിലവുകൾ വരുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഡിജിറ്റൽ വഴികൾ നിങ്ങൾക്കൊരു പ്രശ്നമാണ് എങ്കിൽ ക്യാഷ് ആയിട്ട് കയ്യിൽ വെച്ച് ഉപയോഗിക്കാം. എന്നാലും ഞാൻ നിർദ്ദേശിക്കുന്നത് മണി ചെലവാക്കുന്നതിനെ കൃത്യമായിട്ട് ആ പാത്ത് ട്രാക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇതിൽ നിന്നും പണം ചെലവഴിക്കുന്ന ദിവസേന കണക്കുകൾ നിങ്ങൾക്ക് ലഭിക്കും. നമ്പർ 4, നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു സാമ്പത്തികമായി ചലഞ്ച് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളിലെ മണി ഡിസിപ്ലിൻ വളർത്തിയെടുക്കാൻ ഇത് സഹായിക്കും. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്നും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഒരു ഡേ ബ്രേക്ക് എടുക്കുക, എന്നിട്ട് വീട്ടിൽ നിന്ന് കഴിക്കുക. ഇത് ജസ്റ്റ് ഒരു പൈസ മാത്രമല്ല, നിങ്ങളുടെ ആരോഗ്യവും സേവ് ചെയ്യാൻ സഹായിക്കും. നമ്പർ 5, ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്ന് നിങ്ങളുടെ ചിലവുകളെ കൃത്യമായി തരംതിരിക്കുക. എന്നിട്ട് മാത്രം പണം ചിലവഴിക്കുക. ഇത് നിങ്ങളിലെ നല്ലൊരു ഡിസിഷൻ മേക്കറെ വളർത്തിയെടുക്കാനും സഹായിക്കും. അതുപോലെ തന്നെ കച്ചവട തന്ത്രങ്ങളിൽ വീണുപോയി നിങ്ങളുടെ പണം നഷ്ടപ്പെടാതിരിക്കട്ടെ. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാർ അത് ബുദ്ധിപരമായിട്ട് മാത്രം കൈകാര്യം ചെയ്യുക. അതൊരു വലിയ അസറ്റ് തന്നെയാണ്. കാരണം ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് വലിയ രീതിയിൽ ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ്. എന്നിരുന്നാലും ബുദ്ധിപരമായിട്ടല്ല ഇത് ഉപയോഗിക്കുന്നത് എങ്കിൽ വലിയൊരു ബാധ്യതയായിട്ട് മാറും. ചെലവ് കുറയ്ക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ മറ്റൊരു വശം കൂടെ പറയാതെ വയ്യ. വരുമാനം കൂട്ടുക. നിത്യജീവിതത്തിൽ ഒരു വരുമാന മാർഗം കൂടെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിത് സാധ്യമാക്കാം. ഇന്ന് ഡിജിറ്റലായിട്ടും പാർട്ട് ടൈം ആയിട്ടും ഫ്രീലാൻസ് ആയിട്ടും ഒക്കെ വരുമാനം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരുപാട് അവസരങ്ങൾ ലഭ്യമാണ്. അപ്പോൾ അറിവും അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.